വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയുമ്പോൾ നമുക്ക് റീസെന്റ് ഇപ്പോൾ കുറേ കമന്റ് ഇൻസ്റ്റാഗ്രാമിലും കമന്റ് സെക്ഷനിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതായത് S23 അൾട്ര അല്ലെങ്കിൽ S23 വാങ്ങിക്കാൻ അല്ലെങ്കിൽ S23 പ്ലസ് വാങ്ങിക്കാൻ സെക്കൻഡ് ഹാൻഡ് ഫോൺ, അതായത് ഈ S23 സീരീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിക്കുന്നത് നല്ലതാണോ, അതായത് ഇപ്പോൾ ഈ പ്രൈസിൽ വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് നമുക്ക് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. സ്പെഷ്യലി നമുക്ക് പ്രൈവറ്റ് മെസ്സേജ് കുറേ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ S23 സീരീസുകൾക്കും ഇപ്പോൾ ഇഷ്ടം പോലെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നുണ്ട്. S23 എല്ലാ സീരീസുകൾക്കും, അതായത് S23 അൾട്രയും പ്ലസും നോർമൽ S23ക്കും എല്ലാം നമുക്ക് ഔട്ട് ഓഫ് വാറണ്ടി ഫോണുകൾക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും വരുന്നില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പണ്ടത്തെ പോലെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ ഞാൻ തീരെ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല, പ്രത്യേകിച്ച് S23 സീരീസ്. എന്താ വെച്ചാൽ അതും ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ, അതും റീസെൻ്റ്ലി വാറണ്ടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ തീരെ എടുക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ കുറച്ച് കമൻറ്റ്സ് ആയി വരുന്നു. നോർമൽ S23 256 GB മോഡല് 10-11 മാസമായത് 40 രൂപയ്ക്ക് എടുക്കുന്നത് ലാഭമാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ 10-11 മാസമൊക്കെ ഇത് എടുക്കാണ്ടിരിക്കും നല്ലതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് വാറണ്ടി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ വാറണ്ടി കഴിഞ്ഞാണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ സാംസങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം അതായത് നിങ്ങളുടെ ഒരു ഫോൺ 6 മാസം വാങ്ങിച്ചിട്ട് 6 മാസം ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിന് 6 മാസം മുകളിലായിട്ടില്ലെങ്കിൽ നമുക്ക് ആക്ച്വലി എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കാൻ പറ്റും. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡായി വാങ്ങിച്ചാലും നിങ്ങളൊരു ഫോൺ 6 മാസത്തിന് മുമ്പ് വാങ്ങിച്ച ഫോണാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എക്സ്റ്റൻഡ് വാറണ്ടി നമുക്ക് അവരുടെ സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ ആപ്പ് ത്രൂ തന്നെ എടുക്കാം. ഞാൻ എടുക്കണമെന്നൊന്നും റെക്കമെൻഡ് ഇല്ല, പക്ഷേ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലം ഇതുപോലെ എന്താ പറയുക പേടിയില്ലാണ്ട് ഉപയോഗിക്കാം. അതായത് വാറണ്ടി കിട്ടും. ഇപ്പോൾ വാറണ്ടി ഉള്ള ഫോണുകൾക്ക് നോർമലി അപ്ഡേറ്റ് എന്താ പറയുക ഇഷ്യൂ വരാറില്ല. പക്ഷേ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അവന്മാർ പഴയ ഫോണുകൾ ഇപ്പോൾ ഇത് കൽപ്പിച്ച് കൂട്ടിച്ച് അതെല്ലാ ബ്രാൻഡുകൾക്കും ഉണ്ട്. സാംസങ് മാത്രമൊന്നുമല്ല, ഐഫോൺ അല്ല. ഞാൻ ഐഫോൺ ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ വാങ്ങിച്ചത് എൻ്റെ പഴയ മോഡൽ കടയായിട്ടാണ്. പക്ഷേ അത് ഞാൻ അവന്മാരെയൊന്നും കാശ് വാങ്ങിച്ചു, എന്നിട്ട് അവരെ തന്നെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത്, അല്ലാണ്ട് ചുമ്മാ വിട്ടുകൊടുത്തൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ലീഗലി മൂവ് ചെയ്യുക, കൺസ്യൂമർ കോർട്ടിൽ ഫയൽ ചെയ്യുക. അവന്മാരെ തിരുത്തി വിടരുതെന്ന് വെച്ചാൽ അത് ഫുൾ ഇഷ്യൂ ഉണ്ടാവുന്നത് ഇന്ത്യയിലാണ്. നമ്മളാരും റെസ്പോണ്ട് ചെയ്യാത്ത, ഇവിടെ കുറേ ബോധമില്ലാത്ത കുറേ ഫാൻസുകളൊക്കെ ഉണ്ടല്ലോ. അത് മാത്രമല്ല നമ്മൾ നോർമൽ ഇന്ത്യക്കാർ ഇതിന് പിന്നാലെ പോകാറുമില്ല. അപ്പോൾ അവർ അത് ഇങ്ങനെ വിടും. അപ്പോൾ ഇവർക്ക് അല്ലെങ്കിൽ തന്നെ ലാഭം, അപ്പോൾ ഇതിനെ പോലെ ഇരട്ടി ലാഭമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പിന്നെയും എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വിടാണ്ട് ലീഗലി മൂവ് ചെയ്ത് കൺസ്യൂമർ കോർട്ടിൽ ഫയൽ ചെയ്യുക. ഒന്നുകൂടി നല്ലത് കുറച്ചുകൂടി ഡയറക്റ്റ്ലി പോയിട്ട് ഫയൽ ചെയ്യായിരിക്കും. നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലിൽ പോയിട്ട് ഡയറക്റ്റ്ലി ഫയൽ ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പതുക്കെ കുറഞ്ഞു വരും. ഇങ്ങനെ കുറേ എണ്ണം വന്നു കഴിഞ്ഞപ്പോൾ കുറേ പേര് ഇപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറഞ്ഞു വരും, അല്ലാണ്ട് ഇത് കുറയില്ല, അല്ലെങ്കിൽ ഇത് കൂടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ എക്സ്പെർട്ടിൻ്റെ പരിപാടി. ഇപ്പോൾ OnePlus എന്തായാലും അതിനൊരു നല്ല മൂവ്മെൻറ്റ് ചെയ്തു. അതായത് അവരുടെ 13 സീരീസ് തൊട്ട് ഇനിയിപ്പോൾ ലൈഫ് ടൈം ഫ്രീ വാറണ്ടി ഡിസ്പ്ലേ ലൈനിൽ വരുന്നുണ്ട്. അതുപോലെ ഇനി ഇവരും തരണം. ഇപ്പോൾ സാംസങ് വല്ലപ്പോഴൊക്കെ ചില മോഡൽസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഐഫോണൊക്കെ ആണല്ലോ, അവന്മാർ തിരിഞ്ഞു നോക്കിയിട്ട് പോലും അവന്മാർ അഡ്രസ്സ് പോലും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് വലിയ കമ്പനികൾ ശരിക്കും അത് ഇവരാണ് ചെയ്യേണ്ടത്. വെച്ചാൽ അത്രയധികം സെയിലാവുന്നത് ഇവർ രണ്ടെണ്ണമാണ്, എന്നിട്ട് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ OnePlus അവർ പറയുമ്പോൾ അവരുടെ ഫോണിലാണ് അത് ആദ്യം വന്നതെങ്കിലും ഇതെല്ലാം AMOLED ഡിസ്പ്ലേയും വരുന്നുണ്ട്, OLED ഡിസ്പ്ലേയും വരുന്നുണ്ട്, AMOLED ഡിസ്പ്ലേയും വരുന്നുണ്ട്. അപ്പോൾ ഇത് കൽപ്പിച്ചുകൂട്ടി ചെയ്യണതാണോ? ശരിക്കും നോർമലി നമുക്കൊരു വോൾട്ടേജ് ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വരാം, ഡിസ്പ്ലേ പിക്സൽ അടിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെ ലൈൻ വരാം. പക്ഷേ ഇത് അങ്ങനെ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ മാസമായിട്ടൊന്നും ഇങ്ങനെ വരില്ല. ഒന്നെങ്കിൽ ഇവരുടെ പുതിയ ഫോൺസ് സെൽ ഔട്ട് ചെയ്യാനുള്ള പുതിയ പരിപാടിയിലൊക്കെ ആവും, അല്ലെങ്കിൽ പിന്നെ ഇത് ഔട്ട് ഓഫ് വാറണ്ടി ഡിവൈസുകൾക്ക് മാത്രം വരില്ലല്ലോ. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഇത് 90% 95% ഇവരുടെ കമ്പനി സൈഡിൽ നിന്ന് വരുന്ന ഉടായ്പ തന്നെയാണ്, അത് ഉറപ്പാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിന് റിയാക്ട് ചെയ്താൽ തന്നെ അത് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറ് എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ടെക്കിലും ഫിനാൻസിലും ഞാൻ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലൊക്കെ കാണാത്തൊരു പേര് കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ഔട്ട് ചെയ്തൊക്കെ മറക്കണ്ട. അപ്പോൾ അടുത്ത കാണാം.